സ്വാഗതം കൂട്ടുകാരെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ദൂരെയൊന്നും പോകാതെ വീട്ടിനുള്ളിൽ തന്നെ സ്വസ്ഥമായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധാരാളം പാട്ടുകൾ പാടി. ഇപ്പോൾ പാട്ടുകൾ കേൾക്കുമ്പോൾ വരികൾ ശ്രദ്ധിക്കാറില്ലേ? അതെ, അതിലുള്ള ചില വരികളൊക്കെ, നമ്മുടെ പക്ഷികളെക്കുറിച്ചുള്ള വരികളൊക്കെ നിങ്ങൾക്ക് ശേഖരപുസ്തകത്തിൽ എഴുതി വയ്ക്കാം. അതേപോലെ ധാരാളം കുട്ടിക്കവിതകൾ ചൊല്ലി ഇല്ലേ? കൂട്ടരെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു. പക്ഷിക്കൂടുകൾ കാണുമ്പോഴും പക്ഷികളുടെ മുട്ടകൾ കാണുമ്പോഴും നമ്മൾക്ക് എന്താണ് തോന്നാറ്? അതെ, അമ്മക്കിളി പറയുന്നത് പോലെ അല്ലേ? അമ്മക്കിളി എന്താണ് പറയുന്നത്? ഇത് എൻ്റെ കണ്ണും കരളുമാണ്. ഈ മുട്ടകൾ മുട്ടിയുടയ്ക്കല്ലേ, തട്ടിയുടയ്ക്കല്ലേ. എത്ര നോമ്പ് നോറ്റിട്ടാണ് ഞാനിങ്ങനെ അടവച്ച് മുട്ടകൾ വിരിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരെ, ഈ മുട്ടകളെ അല്ലെങ്കിൽ ഈ കൂടിനെ കല്ലെറിയാൻ പാടില്ല അല്ലേ? നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്. നിങ്ങളിങ്ങനെയൊന്നും ചെയ്യില്ല, കല്ലെറിയാറില്ല അല്ലേ? ഇതുവരെ കഥ പറഞ്ഞില്ലല്ലോ ടീച്ചർ. ഇന്ന് നിങ്ങൾക്ക് ഒരു കഥ പറയാൻ പോവുകയാണ്. കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ എല്ലാവർക്കും? പാട്ടുകൾ കേൾക്കും പോലെ തന്നെ കഥകൾ കേട്ടാലും നല്ലതാണ് കൂട്ടുകാരെ. മിക്ക കഥകളിലും നെല്ലിക്ക മധുരം ഒളിപ്പിച്ചു വെച്ചതുപോലെ ഒരു ഗുണപാഠം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ടീച്ചർ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേര് ഉണ്ണിക്കുട്ടൻ്റെ പട്ടം. ഏത് കഥയ്ക്കും ഒരു പേര് വേണമല്ലേ കൂട്ടുകാരെ? നമുക്കൊക്കെ പേരുകളില്ലേ? നമ്മുടെ ശേഖരപുസ്തകത്തിന് പേരില്ലേ? അപ്പോൾ അതുപോലെ കഥയ്ക്കും ഒരു പേര് വേണം. പിന്നെ കഥ മുഴുവൻ കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റിയിടാം. അപ്പോൾ ടീച്ചർ പറയുന്ന കഥയുടെ പേര് ഉണ്ണിക്കുട്ടൻ്റെ പട്ടം. ഉണ്ണിക്കുട്ടൻ്റെ പട്ടത്തിൻ്റെ പേരെന്താണെന്നറിയോ കൂട്ടുകാരെ? കിങ്ങിണി. കൂട്ടുകാരെ, പട്ടം എന്താണെന്ന് കൂട്ടുകാർക്കറിയില്ലേ? നമ്മൾ 2ാം ക്ലാസ്സിലെ ഫ്ലൈയിങ് കൈറ്റ്സ് എന്ന പാഠഭാഗത്തിൽ പട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. പട്ടത്തിന് പേര് കൊടുത്ത് അതുമായി പുറത്തിറങ്ങിയിട്ടുണ്ട് അല്ലേ? അതെ അതെ. അതേപോലെ തന്നെ മിനുവിൻ്റെ പട്ടം ഓർക്കുന്നില്ലേ? മിനുവിനൊരു കിളിയെ കിട്ടിയതും പട്ടം പോലെ അത് പറന്നു പോയതും ഇതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ടല്ലേ? അപ്പോൾ ഈ പട്ടത്തിന് ഉണ്ണിക്കുട്ടൻ നൽകിയ പേരാണ് കിങ്ങിണി. ഉണ്ണിക്കുട്ടനും പട്ടവും കൂടി കിങ്ങിണിയും കൂടി കാഴ്ചകൾ കാണാനായി എപ്പോഴും പുറത്തിറങ്ങി നടക്കും. ഒരു ദിവസം കിങ്ങിണി വിചാരിച്ചു, ഈ ഉണ്ണിക്കുട്ടൻ എപ്പോഴും എന്നെ ഇങ്ങനെ ചരടുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൂരേക്ക് പോയി കാഴ്ചകൾ കാണാനൊന്നും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഒരു ദിവസം വലിയൊരു കാറ്റടിച്ചപ്പോൾ മുകളിലൂടെ പറക്കുകയായിരുന്ന പട്ടം ശക്തിയായി ഒന്ന് കുതറി നോക്കി. കൂട്ടുകാരെ, പട്ടത്തിൻ്റെ ചരട് അഴിഞ്ഞുപോയി. ഹായ്, എന്തു രസമാണ്! എന്തെല്ലാം കാഴ്ചകൾ കാണുന്നു! ദേ, പട്ടം ഇപ്പോൾ വലിയൊരു കടലിൻ്റെ മുകളിലെത്തി. കടലിൽ അല്ലെങ്കിൽ കടൽക്കരയിൽ എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ട് കൂട്ടുകാരെ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കതൊന്നും പോയി കാണാൻ പറ്റില്ല അല്ലേ? എന്നാലും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതെ, എന്തെല്ലാം കാഴ്ചകളാണ്? പറയൂ. കുഞ്ഞു മീനുകൾ തുള്ളി 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 കളിക്കുന്നുണ്ട്, തുള്ളി ഓടുന്നുണ്ട്. പായലുകൾ ഇളകി മറിയുന്നുണ്ട്. പിന്നെ പാൽനുര ചിതറി ചിതറി എന്താണ് വരുന്നത്?
അതേ തിരമാലകൾ വരുന്നു. ഹായ്, എന്തു രസമാണിതെല്ലാം കാണാൻ. പട്ടമാർത്തു ചിരിച്ചു. പക്ഷേ പെട്ടെന്നൊരു കാഴ്ച കണ്ട് നമ്മുടെ കിങ്ങിണി ഭയന്ന് നിലവിളിച്ചു പോയി കൂട്ടുകാരെ. എന്താണെന്നറിയാമോ? അതെ അതെ, ഒരു കൊമ്പൻ സ്രാവ് വലിയ പല്ലുകളൊക്കെ കാണിച്ചുകൊണ്ട് മുകളിലേക്ക് കുതിച്ചു ചാടുന്നു. അയ്യോ, ഇനി എന്തു ചെയ്യും? എന്നെ ചരടുകൊണ്ട് വലിക്കൂ ഉണ്ണിക്കുട്ട. ഉറക്കെ കരയാൻ തുടങ്ങി കിങ്ങിണി. പക്ഷേ ചരടെവിടെ? ഉണ്ണിക്കുട്ടനെവിടെ? പാവം കിങ്ങിണി ഉറക്കെ ഉറക്കെ കരഞ്ഞു, വാവിട്ടു കരഞ്ഞു. പാവം കിങ്ങിണിയുടെ കരച്ചിൽ കേട്ട് ഒരു വലിയ കാറ്റ് വന്ന് അവളെ ഒരരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാറ്റിൻ്റെ തോളത്തിരുന്നുകൊണ്ട് കിങ്ങിണി വീണ്ടും പറന്നുല്ലസിച്ച് നടക്കുകയാണ്. ഇപ്പോൾ ഒരു കാടിൻ്റെ അരികിലേക്കാണ് കിങ്ങിണി പറക്കുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ കാട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ടീച്ചറുടെ നാട്ടിൽ വലിയൊരു കാടുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരാൾ, വൃക്ഷങ്ങളോട് സ്നേഹമുള്ള ഒരാൾ, ധാരാളം വൃക്ഷങ്ങൾ നട്ടു നനച്ചു വളർത്തി വലിയൊരു കാടുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ പരിപാലിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാട് കണ്ടിട്ടില്ല അല്ലേ? നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടുണ്ടാവും, കഥകളിൽ കേട്ടിട്ടുണ്ടാവും. അവിടെ എന്തെല്ലാം ഉണ്ടെന്നറിയാമോ? അതെ, ധാരാളം കുഞ്ഞു പൂക്കളുണ്ടാവും, വലിയ പൂക്കളുണ്ടാവും. പിന്നെയോ കാറ്റിലാടി ഉലയുന്ന വലിയ മരങ്ങൾ, ചെറിയ ചെടികൾ, പിന്നെയോ പാട്ടുപാടിക്കൊണ്ട് കുതിച്ചൊഴുകുന്ന കുളിരരുവികൾ, പിന്നെ അങ്ങനെ ധാരാളം കാഴ്ചകൾ. ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ കിങ്ങിണിക്ക് എന്ത് സന്തോഷമായെന്നോ. കൂട്ടുകാരെ, പെട്ടെന്നൊരു കാഴ്ച കണ്ട് നമ്മുടെ കിങ്ങിണിപ്പട്ടം പേടിച്ചു പോയി. എന്താവും ആ കാഴ്ച? ദേ, പല്ലൊക്കെ കാണിച്ചുകൊണ്ട് കാട്ടിലെ രാജാവ് വരുന്നു. ആരാണ് ആ രാജാവ്? സിംഹച്ചാര്. കൂടെ തന്നെ നമ്മൾ ദേശീയ മൃഗമെന്ന് വിളിക്കുന്ന ഒരു കൂട്ടുകാരനുമുണ്ട്. ആരാണത്? അതെ അതെ, കടുവ. ഇങ്ങനെ സിംഹത്തിനെയും കടുവയെയും എല്ലാം കണ്ടപ്പോൾ കിങ്ങിണിക്ക് വളരെ വളരെ പേടിയായി. കിങ്ങിണി ഉറക്കെ കരയാൻ തുടങ്ങി. ഉണ്ണിക്കുട്ടാ, വായോ, ഓടിവായോ, എന്നെ ഇവരുടെ വായിൽ നിന്ന് ഒന്ന് രക്ഷിക്കൂ. ഉറക്കെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടിട്ട് ദൂരെ നിന്നും ഉണ്ണിക്കുട്ടൻ തിരഞ്ഞ് തിരഞ്ഞ് കാടിനടുത്തെത്തിയിരുന്നു. കാട്ടിലേക്ക് പ്രവേശിക്കുന്നിടത്തെത്തിയപ്പോൾ ഉണ്ണിക്കുട്ടൻ ചെവി വട്ടം പിടിച്ചു. തൻ്റെ കിങ്ങിണിയുടെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത്? ഉണ്ണിക്കുട്ടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കിങ്ങിണി, നീ ഒരു വലിയ മരം കാണുന്നില്ലേ? ആ മരത്തിൻ്റെ ചില്ലയിൽ വന്ന് ഉടക്കി നിന്നോളൂ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താം. ഇത് കേട്ടപ്പോൾ കിങ്ങിണി ആശ്വാസത്തോടെ അടുത്തു കണ്ട ഒരു മരത്തിൻ്റെ, കാടിൻ്റെ അറ്റത്തുള്ള ഒരു മരത്തിൻ്റെ ചില്ലയിൽ ഉടക്കി നിന്നു. ഉണ്ണിക്കുട്ടൻ അവിടേക്ക് ഓടി വന്ന് പതുക്കെ കയറി ചില്ലയിൽ നിന്നും തൻ്റെ പ്രിയപ്പെട്ട കിങ്ങിണിയെ കയ്യിലെടുത്തു. എന്നിട്ട് പറയുകയാണ്, കിങ്ങിണി, നിനക്ക് ഞാനിങ്ങനെ ചരടുകൊണ്ട് കെട്ടിയിടുന്നത് ഇഷ്ടമല്ല അല്ലേ? നിന്നെ ഞാനിനി ഈ ചരടുകൊണ്ട് ബന്ധിക്കുകയില്ല. നിനക്കിഷ്ടം പോലെ പറന്നു നടക്കാം. അപ്പോൾ കൂട്ടുകാരെ, കിങ്ങിണി എന്താ പറഞ്ഞതെന്നറിയോ? ഞാനിങ്ങനെ പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ണിക്കുട്ട, എന്നെ ഈ ചരടുകൊണ്ട് കെട്ടിയിട്ടോളൂ. എന്നെ രക്ഷപ്പെടുത്താനല്ലേ ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ ചെയ്തത്? ഞാൻ ഇഷ്ടം പോലെ പറന്നു കളിക്കാൻ പക്ഷിയൊന്നുമല്ലല്ലോ. കൂട്ടുകാരെ, ഇതുപോലുള്ള ചെറിയ ചില നിയന്ത്രണങ്ങൾ നമ്മോടൊപ്പവും ഉണ്ടാകും അല്ലേ? കാണാ ചരടുകളായി ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നമ്മോടൊപ്പം വരുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ ദേഷ്യം വരും. പുറത്തു പോയി വരുമ്പോൾ കൈ കഴുകാനും മുഖം കഴുകാനുമൊക്കെ വീട്ടുകാർ നമ്മോട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും ഇല്ലേ? അതേപോലെ അധ്യാപകർ നമ്മോട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറയുമ്പോഴും നമുക്ക് ദേഷ്യം വരും. പക്ഷേ നമ്മുടെ നന്മയ്ക്കാണ് കൂട്ടുകാരെ ഇതെല്ലാം പറയുന്നത് അല്ലേ? ഈ തിരിച്ചറിവ് തന്നെയാണ് ഈ കഥയുടെ ഗുണപാഠവും. ഇതുപോലെ ഓരോ കഥയിലും ഒരു ഗുണപാഠം ഉണ്ടാവും അല്ലേ? കൂട്ടുകാരെ,
നിങ്ങൾക്കും ഇതുപോലെ ഒരു കഥ എഴുതി നോക്കാമല്ലോ. ഇഷ്ടമുള്ള ഒരു കഥ എഴുതാം നിങ്ങളുടെ ശേഖര പുസ്തകത്തിൽ. അല്ലേ, നിങ്ങൾക്ക് ശേഖര പുസ്തകമില്ലേ? ടീച്ചർ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു പുസ്തകം. അതിന് പേരൊക്കെ ഇടാം. ദേ നോക്കൂ, നമ്മളുടെ പ്രിയപ്പെട്ട മോള് അവളുടെ പുസ്തകത്തെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന്. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് തന്മയ. ഇതാണ് എൻ്റെ മലയാള ശേഖരണ പുസ്തകം. ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് ഇതളുകൾ എന്നാണ്. നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത്. നമ്മുടെ നെല്ലിക്ക ടീച്ചർ മാനത്തിന്റെ മടിത്തട്ട് എന്ന പാഠഭാഗത്ത് പാടിയ എല്ലാ കുഞ്ഞു കവിതകളും ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ മിന്നുത്തത്ത. ടീച്ചർ ആദ്യം തന്നൊരു പ്രവർത്തനം ഓർമ്മയുണ്ടോ? കുഞ്ഞിത്തത്തയുടെ മിന്നുത്തത്തയുടെ കഥ പറയാൻ. എല്ലാവരും എഴുതിയിരുന്നോ? ആദ്യം എഴുതുമ്പോൾ ചിലപ്പോൾ ശരിയായിട്ടുണ്ടാവില്ല അല്ലേ? നമ്മുടെ 4ാം ക്ലാസ്സുകാരൻ ഫായിസ് പറഞ്ഞതുപോലെ ചിലോൽത് റെഡിയാവും, ചിലോൽത് ശരിയാവൂല. അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട അല്ലേ? തീർച്ചയായും വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും കഥ എഴുതി നോക്കണം. കുഞ്ഞിത്തത്തയുടെ കഥ എഴുതി നോക്കണം. എന്നിട്ടേ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. ദേ മടവൂർ നോർത്ത് AMLP സ്കൂളിലെ അനീസ ടീച്ചർക്ക് ധാരാളം കുട്ടികൾ കഥ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പൂനൂർ AMLP സ്കൂളിലെ ഫസൽ മാഷിനൊരു മോൾ അയച്ചു കൊടുത്തൊരു കഥ ടീച്ചർക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. പണ്ട് പണ്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും താമസിച്ചിരുന്നത് കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്നത്തെങ്ങിൽ ആയിരുന്നു. ഞങ്ങൾ അവിടെ താമസിക്കുന്ന വിവരം ആ വീട്ടിലെ കുട്ടിയും അവൻ്റെ കൂട്ടുകാരും അറിഞ്ഞു. അവർ എല്ലാവരും കൂടി കൊന്നത്തെങ്ങിൻ്റെ അരികിൽ എത്തി. ഞങ്ങളുടെ കൂടിൻ്റെ ഇടതുഭാഗത്തൊരു തുളയുണ്ടായിരുന്നു. ആ തുളയെ ലക്ഷ്യം വെച്ച് അമ്മ ചുണ്ടിലെന്തോ കൊത്തിക്കൊണ്ട് വരുന്നത് അവർ കണ്ടു. അപ്പോൾ അവർക്ക് മനസ്സിലായി അതിനുള്ളിൽ തത്തക്കുഞ്ഞ് ഉണ്ടെന്ന്. പിന്നെ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അമ്മ പുറത്തേക്കു പോകുന്ന തക്കം നോക്കി അവർ നിന്നു. അപ്പോൾ ആണ് ഒരു തെങ്ങുകയറ്റക്കാരൻ ആ വഴി വന്നത്. അയാൾ തെങ്ങിൽ കയറി തത്തക്കൂട്ടിൽ കൈയിട്ടപ്പോൾ എന്നെ അയാൾക്ക് കിട്ടി. അവർ എന്നെ ആ കുട്ടിക്ക് കൊടുത്തു. അവൻ അവൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി ഒരു ഇരുമ്പ് കൂട് വാങ്ങി അതിൽ ഇട്ടു. ഒരു ദിവസം അവൻ വരുമ്പോൾ എനിക്ക് പനയോല കൊണ്ടുവന്നു. എന്തിനാണ് എന്ന് എനിക്ക് അറിയില്ല. ഇടയ്ക്ക് എന്നെ അരികിൽ വന്ന് ഓരോന്ന് പറയും. എനിക്ക് ഒന്നും മനസ്സിലായില്ല. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയും അച്ഛനും വന്ന് കൂട് കുത്തി തുറന്ന് എന്നെ അവരുടെ കൂടെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ വീണ്ടും തെങ്ങിലേക്ക് തിരിച്ചു എത്തി സുഖമായി ജീവിച്ചു. കൂട്ടുകാരെ, ഹന്ന ഫാത്തിമ എഴുതിയ കഥ കണ്ടില്ലേ? വായിച്ചു നോക്കിയില്ലേ? നന്നായിട്ടുണ്ടല്ലേ? മോൾക്ക് അഭിനന്ദനങ്ങൾ. കഥയ്ക്ക് പേരിട്ടിട്ടുണ്ട്. തത്തക്കുഞ്ഞിൻ്റെ കഥ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിലും നന്നാവുക എൻ്റെ കഥ എന്നതല്ലേ? അങ്ങനെയാവില്ലേ തത്തക്കുഞ്ഞു പറയുക? പിന്നെ രസകരമായ വ്യത്യസ്തമായ മറ്റു പേരുകളും ആലോചിക്കാം കേട്ടോ. അതേപോലെ അവർക്ക് മനസ്സിലായി അതിനുള്ളിൽ തത്തക്കുഞ്ഞ് ഉണ്ട് എന്നതിനു പകരം ഞാനുണ്ട് എന്നല്ലേ വേണ്ടത്? തത്തക്കുഞ്ഞ് അങ്ങനെയാവില്ലേ നമ്മോട് പറയുക? പിന്നെ തത്തക്കൂട്ടിൽ എന്ന് പറയുന്നിടത്ത് ഞങ്ങളുടെ കൂട്ടിലെന്നോ അല്ലെങ്കിൽ കൂട്ടിലെന്നു മാത്രമോ എഴുതാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ചില അക്ഷരങ്ങൾ ഇരട്ടിക്കുന്നിടത്തും ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ പദങ്ങൾ ചേരുമ്പോഴുള്ള മാറ്റങ്ങളും നന്നായി ശ്രദ്ധിക്കണം.
അപ്പോൾ കൂട്ടുകാരെ, കഥ എഴുതുമ്പോൾ നമ്മൾ എന്തെല്ലാമായിരുന്നു ശ്രദ്ധിക്കേണ്ടത്? കഥയ്ക്കൊരു പേര് വേണം, അതേപോലെ അതിൽ കഥാപാത്രങ്ങൾ വേണം, അല്ലേ? പിന്നീട് നല്ലൊരു തുടക്കം വേണം, അതേപോലെ തുടങ്ങി വികസിച്ച് അവസാനിക്കുന്ന ഒരു കഥാഘടന വേണം. കൂട്ടുകാരുടെ അധ്യാപകർ വിശദമായി പറഞ്ഞു തരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ഒരു ഒടുക്കവും വേണം. പിന്നെ വേണമെങ്കിൽ കുറേ സമയം എടുക്കുകയാണെങ്കിൽ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളും ചേർക്കാം നമുക്ക്. അപ്പോൾ കൂട്ടുകാരെ, കഥ എഴുതി നോക്കാൻ തിടുക്കമായി അല്ലേ? ദേ നോക്കൂ. പണ്ടൊരു പുഴയരികിൽ പവിഴമല്ലിത്തളിരിലയിൽ ഉരുണ്ടു വീഴാനൊരുങ്ങി നിന്നു ഒരു തുള്ളി മഴവെള്ളം, ഒരു തുള്ളി മഴവെള്ളം. മഴവെള്ളം കുടിക്കാൻ, മനസ്സൊന്നു തണുക്കാൻ കൊതിച്ചു 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 വന്നൊരു കുഞ്ഞുറുമ്പ്, ഒരു കുഞ്ഞുറുമ്പ്. ദേ കുഞ്ഞുറുമ്പ് പവിഴമല്ലി മരത്തിൻ്റെ മുകളിലുള്ള ഒരു തുള്ളി വെള്ളം കുടിക്കാനായി വരികയാണ്. അപ്പോൾ എന്തു സംഭവിച്ചു കൂട്ടുകാരെ? എന്തു സംഭവിച്ചു? ആ ഉറുമ്പ്, കുഞ്ഞുറുമ്പ് താഴത്തേക്ക് വീണു അല്ലേ? എന്നിട്ടോ എന്തു സംഭവിച്ചു കാണും? ടീച്ചർ പറയുന്നില്ല. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. എന്നിട്ട് പേജ് നമ്പർ 31 എടുക്കുക. അതിൽ ചിത്രങ്ങളുണ്ട്. നന്നായി ശ്രദ്ധിച്ചു നോക്കുക. ആരൊക്കെയാണ് കഥാപാത്രങ്ങളെന്ന് മനസ്സിലാക്കുക. കഥാപാത്രങ്ങൾക്ക് നമുക്ക് പേരൊക്കെ കൊടുക്കാം. കഥയ്ക്കും പേര് നൽകണം. അതിനുശേഷം നിങ്ങൾ കഥ എഴുതി തുടങ്ങണം. എവിടെയാണ് ആദ്യം എഴുതുക? ആദ്യം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതി നോക്കാം. എന്നിട്ട് മെച്ചപ്പെടുത്തിയതിന് ശേഷം നല്ലൊരു പേപ്പർ എടുത്ത് അതിന് മാർജിനൊക്കെ വരച്ച് അതിൽ ചിത്രങ്ങളൊക്കെ അരികിൽ വരച്ച് അതിൽ ഭംഗിയായി എഴുതി ചേർക്കുക. കഥയ്ക്കുള്ള പേരും കഥയുടെ ചിത്രങ്ങളും പിന്നെ നിങ്ങൾ എഴുതിയതും എല്ലാം പേപ്പറിൽ ഭദ്രമാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു കഥാപതിപ്പുണ്ടാക്കാം. എങ്ങനെയാണ് കഥാപതിപ്പുണ്ടാക്കുന്നതെന്ന് ടീച്ചർ പിന്നീട് പറയാം. കൂട്ടുകാരെ, ഇങ്ങനെ ചിത്രത്തിൽ നിന്നും നമുക്ക് കഥകളുണ്ടാക്കാം. അതേപോലെ സംഭാഷണത്തിൽ നിന്ന് കഥകളുണ്ടാക്കാം. പാട്ടുകളിൽ നിന്നും കഥകളുണ്ടാക്കാം. കൂട്ടുകാരെ, നമ്മുടെ നാട്ടിലുള്ള കഥകളും നമുക്ക് എഴുതി നോക്കാം. നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഓരോ വസ്തുക്കളും ഓരോ ആളുകളും നമ്മോട് ആവശ്യപ്പെടും, എന്നെക്കുറിച്ച് കഥ എഴുതൂ, എന്നെക്കുറിച്ച് കഥ എഴുതൂ എന്ന്. അതുകൊണ്ട് അവയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എൻ്റെ നെല്ലിക്ക കൂട്ടുകാർ എപ്പോഴും എഴുതാനിരിക്കണം. നോക്കൂ, ടീച്ചർ നിങ്ങൾക്കായി ഒരു കഥ എഴുതുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ കഥ. തീർച്ചയായും പുസ്തകമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുമത്. ഇപ്പോൾ ടീച്ചർ ആ കഥയിലെ കുറച്ചു ഭാഗങ്ങൾ പറയട്ടെ. ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര് മടവൂർ എന്നാണ്. ധാരാളം മരങ്ങളും ചെടികളും അതേപോലെ തന്നെ നെൽവയലുകളും എല്ലാമുള്ള ഒരു കൊച്ചു ഗ്രാമം. മുന്നിൽ വലിയ 2 മലകളുണ്ട്. ആ മലയടിവാരത്തിലാണ് നമ്മുടെ അപ്പുവും ഉണ്ണിയും താമസിച്ചിരുന്നത്. മൂത്തയാൾ അപ്പു, ഇളയയാൾ ഉണ്ണിക്കുട്ടൻ. 2 പേരും നല്ല കുട്ടികളാണ്. അവർ എപ്പോഴും കിളികളെ നോക്കാനും ചുറ്റുപാടുകൾ കാണാനും ഒക്കെയായി ഇങ്ങനെ വയൽവരമ്പിലും തോടിനരികിലും എല്ലാം വരും. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു സംഭാഷണം കേൾക്കണ്ടേ കൂട്ടുകാരെ? ഏട്ടാ, മഞ്ഞയുടുപ്പിൽ കരിയുമായി മന്ദാര ജില്ലയിലിരിക്കുന്ന ആ പക്ഷി ഏതാണ്? മഞ്ഞക്കിളിയാണത്. മഞ്ഞക്കിളിയെ കണ്ടാൽ നമുക്ക് മധുരം കിട്ടുമെന്നാണ് പറയാറ്. ഓണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ വേണമെങ്കിൽ തന്നെ എവിടുന്ന് മധുരം കിട്ടാനാ? അനുജ, ഈ പക്ഷിയെ കാണുമ്പോൾ തന്നെ മനസ്സ് മധുരിക്കുന്നു. പിന്നെ എന്തിനാ വേറെ മധുരം? ദേ ഏട്ടാ, എന്തു രസം! മേലാകെ വെള്ള നിറത്തിൽ 2 അരിപ്പിതാക്കൾ കയ്യാലമേലിരിക്കുന്നു. മുറ്റത്ത് വന്ന് കാണേട്ടാ,
മൂക്കും കാലുകളും എല്ലാം മൈലാഞ്ചി തേച്ച പോലുണ്ട്. ദേ കൊച്ചുകാൽ വെച്ച് കഴുത്തുകൾ നീട്ടി കുറുക്കി അങ്ങനെ നീങ്ങുന്നത് കാണാൻ എന്തു ഭംഗിയാ. പാവം, പുത്തരി ഉണ്ണാൻ പൂതിയോടെ എത്തിയതാവും ഈ അരിപ്പിറാക്കൾ. അതിന് അരി നൽകാൻ ഇവിടെ നെല്ലരി ഇല്ലല്ലോ ഏട്ടാ. നമുക്കേ റേഷനായുള്ള അരി ഇത്തിരി നൽകാമല്ലേ? നോക്കൂ, ഇവ നമ്മുടെ കോഴിക്കുട്ടികളെ പോലെ തന്നെ അരി കൊത്തി കൊത്തി തിന്നുന്നു. ഏട്ടാ, നമുക്ക് ഇവയെ പിടിച്ചു വളർത്തിയാലോ? നമ്മുടെ കൂട്ടായി നമുക്ക് ഇണങ്ങില്ലേ ഇവ? അയ്യോ അനുജ, സാഹസമൊന്നും ചെയ്യല്ലേ. പക്ഷികൾക്ക് സ്വാതന്ത്ര്യമാണ് ജീവവായു എന്നറിയില്ലേ? പക്ഷികൾ ജീവനേക്കാൾ വലുതായി അവയുടെ സ്വാതന്ത്ര്യത്തെ കാണുന്നു അനുജ. അതുകൊണ്ട് തന്നെ അവ പറന്നുല്ലസിച്ച് നടന്നോട്ടെ അല്ലേ? കൂട്ടുകാരെ, ഈ സംഭാഷണം തന്നെ ഒരു കവിതയായി കേട്ടാലോ? മഞ്ഞയുടുപ്പിൽ കരിയുമായ മന്ദാരച്ചില്ലയിലേതു പക്ഷി മഞ്ഞക്കിളിയാണു കാണുകിൽ നമ്മൾക്കു മധുരം കിടച്ചിടുമെന്നു ന്യായം. ഓണം കഴിഞ്ഞു മധുരമുണ്ടോ വേണമെന്നാലും നമുക്കു കിട്ടാൻ. വേണമോ വേറെ മധുരമി പക്ഷിയെ കാണുകിൽ ഉള്ളം മതിർക്കുമല്ലോ. അയ്യാ രസമിതാ മെയ്യാകെ വെള്ളയായി കയ്യാലമേൽ രണ്ടരിപ്പിറാക്കൾ കാണുക മുറ്റത്തു വന്നു കൊക്കും കാൽകളും മൈലാഞ്ചി തേച്ച പോലെ. നീങ്ങുന്നു കൊച്ചുകാൽ വച്ചു കഴുത്തുകൾ നീട്ടിക്കുറുക്കിയും എന്തു ചന്തം. പുത്തരിയുണ്ണുവാൻ പൂതിയോടെ എത്തിയതാമീ അരിപ്പിറാക്കൾ. നെല്ലരിയില്ലല്ലോ നമ്മൾക്കു റേഷനായി ഉള്ളരിത്തിരി കൊണ്ടു നൽകാം. കൊത്തിവറ്റയരിയെടുപ്പൂ കോഴിക്കിടാങ്ങളെ പോലെ തന്നെ ഏട്ടാ നമുക്കു പിടിച്ചു വളർത്തിടാം. കൂട്ടായി നമ്മൾക്കിണങ്ങുകില്ലേ? സാഹസം ചെയ്യൊല്ല പക്ഷികൾക്കു സ്വാതന്ത്ര്യമല്ലയോ ജീവവായു. സാഹസം ചെയ്യൊല്ല പക്ഷികൾക്ക് സ്വാതന്ത്ര്യമല്ലയോ ജീവവായു. മലയാളത്തിൻ്റെ ശ്രീ എന്നറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ രചിച്ച ഈ കവിതയുടെ ആദ്യ ഭാഗം ഇങ്ങനെയാണ് കൂട്ടുകാരെ. കാക്ക കരഞ്ഞു പുളിമരത്തിൽ ഏൽക്കുക നേരം വെളുത്തുവല്ലോ. ഉണ്ണി വെളിച്ചം പരക്കുന്നതും കണ്ട് തിണ്ണയിൽ ചെന്നു നമുക്കിരിക്കാം. ഉണ്ണി എന്താ പറയുന്നത് കൂട്ടുകാരെ? കാക്കയുണ്ടാ മരക്കൊമ്പിലേട്ടാ കരയുന്ന കൂരിരുൾ പൊട്ടുപോലെ. ഉൾപ്രിയമില്ലെനിക്കൽപ്പവും കാകനിൽ പപ്പടം റാഞ്ചുന്ന കള്ളനല്ലേ. കൂട്ടുകാരെ, അപ്പോൾ അപ്പു എന്താണ് മറുപടി പറയുന്നതെന്നല്ലേ? ഇത്തിരി കട്ടാലുമെന്തു കാലേ നിത്യവും നമ്മെ ഉണർത്തുമല്ലോ. ചത്തതും ചീഞ്ഞതും കൊത്തിയെടുത്തവൻ വൃത്തിയാക്കിയിടുമേ ചുറ്റുപാടും. ഇങ്ങാകെ നോക്കിലും കാണില്ലിതുപോലെ ചങ്ങാതിക്കൂറുള്ള പക്ഷി വേറെ.
അപ്പോൾ ഉണ്ണിയുടെ ഉത്തരം ഇങ്ങനെയാണ്: ഇക്കഥ കേട്ടെനിക്കിഷ്ടമായി, കാക്കയെ ഞാനിനി കല്ലെറിയ, ചൂളം വിളിക്കുന്നു, പൂ പോലെ താഴോട്ടു പാളുന്നു മറ്റൊരു പക്ഷിയേട്ടാ, നന്നായിരുപുറം വെള്ളരേഖ. ഇങ്ങനെ മറ്റൊരു പക്ഷിയിലേക്ക് ഉണ്ണിയുടെ ശ്രദ്ധ തിരിയുന്നു. ഇതുപോലെ ധാരാളം പക്ഷികളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ കവിത. കൂട്ടുകാരെ, കുട്ടികളും പക്ഷികളും എന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഈ കവിതയുടെ തുടർച്ച നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഉണ്ണിയും അപ്പുവും തമ്മിലുള്ള സംഭാഷണ രൂപത്തിലുള്ള ഒരു കവിതയാണ്. കൂട്ടുകാരെ, ഈ കവിതയെക്കുറിച്ചും കവിയെക്കുറിച്ചുമൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി പഠിക്കാം. ഇപ്പോൾ ഈ കവിത നന്നായി ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നല്ല കുട്ടികളായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും ഒന്നിക്കാം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൊച്ചു കൂട്ടുകാർക്ക് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ അവരുടെ ഹോം ലൈബ്രറിയിലേക്ക് നല്ല കഥാപുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. അതേപോലെ കുട്ടി കവിതകളടങ്ങിയ പുസ്തകങ്ങളും. ഇവയെല്ലാം നമ്മുടെ കൊച്ചു നെല്ലിക്ക കൂട്ടുകാർ നന്നായി വായിക്കട്ടെ. എന്നിട്ട് അറിവിൻ്റെ നെല്ലിക്കമണികൾ പെറുക്കിയെടുക്കട്ടെ. നന്നായി വായിക്കുക, നല്ല മിടുക്കന്മാരാവുക, ചിപ്പിക്കുള്ളിലെ മുത്തുകൾ പോലെ തിളങ്ങുക. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്നേഹം, സന്തോഷം. നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാപൂർവം കാവ്യപൂർവം ഷൈജ ടീച്ചർ.